ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പുതുതായി ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. ട്രേഡിംഗ് വ്യൂ ചാർട്ടിൻ്റെ ഫ്രീ വെർഷനിൽ എങ്ങനെ 2ൽ കൂടുതൽ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് കാണാം, ഓൾറെഡി ഞാനിവിടെ 2 EMA ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 9 EMA, 20 EMA. അഡീഷണലായിട്ട് ഒരു 50 EMA കൂടി ആഡ് ചെയ്യണം. അതിനായി ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് ടാബിൽ വരുന്നു, EMA എന്ന് സെർച്ച് ചെയ്യുന്നു. മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ബേസിക് പ്ലാനിൽ അലൗഡ് ആയിട്ടുള്ളത് 2 ഇൻഡിക്കേറ്റേഴ്സാണ്. അതിന് മുകളിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രീമിയം വെർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് പകരം ഫ്രീ വെർഷനിൽ തന്നെ 4 EMAകളും ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്ററും കൂടി എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള 2 EMAകളും റിമൂവ് ചെയ്യുന്നു. ഇൻഡിക്കേറ്റേഴ്സ് ടാബിൽ വരുന്നു, ഫെമ എന്ന് സെർച്ച് ചെയ്യുന്നു. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഒരുപാട് റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ക്രിപ്റ്റോടെക് 91 എന്ന ഐഡിയിൽ നിന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള 4 എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജസ് എന്നത് സെലക്ട് ചെയ്യുക. ശരിക്കും കാണാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ 4 EMA ആഡ് ആയിട്ടുണ്ട്. അതായത് 21, 55, 100, 200. മറ്റേ ഇൻഡിക്കേറ്ററിൽ തന്നെ 4 EMAകൾ ആഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡ്യൂറേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് സെറ്റിങ്സിൽ വന്നിട്ട് ഇൻപുട്ടിൽ വന്നിട്ട് ഇവിടെ എനിക്ക് 9, 20, 50, 200. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത്രയും ഇൻഡിക്കേറ്ററായിട്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് എക്സ്ട്രാ ഒരു ഇൻഡിക്കേറ്റർ കൂടി വേണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് RSI ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതിനായി ഇൻഡിക്കേറ്റേഴ്സ് ടാബിൽ വരുന്നു, RSI എന്ന് സെർച്ച് ചെയ്യുന്നു. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അതായത് നിങ്ങൾക്ക് കാണാം, RSI കൂടി ഇവിടെ ആഡ് ആയി വന്നിട്ടുണ്ട്. ഒറ്റ ചാർട്ടിൽ തന്നെ 5 ഇൻഡിക്കേറ്റേഴ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബും ചെയ്തേക്കുക.